കേരളത്തിലെ സിനിമ ചരിത്രത്തിൽ ഭാഗമായ ഒരാൾ ഒരു പബ്ലിക് ഇവൻറ്റിൽ നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചത് എൻ്റെ സിനിമ കണ്ടിട്ടല്ല, എനിക്കറിയാം, എൻ്റെ ഇൻ്റർവ്യൂ മാത്രമാണ്, അതുകൊണ്ട് നാളെ നല്ല സിനിമ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്, വാശി പിടിക്കരുത്. നാളെ നല്ല ഇൻ്റർവ്യൂകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിക്കാം. അതിന് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് കമ്മിറ്റ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ സ്നേഹം എനിക്ക് കിട്ടിയത് ഇൻ്റർവ്യൂയിലൂടെയാണ്. ഇത് പറഞ്ഞ് സ്നേഹം നേടിയ ഒരാൾക്ക് ഈ നല്ലൊരു സിനിമ കൊടുക്കണമെന്നല്ല നിർബന്ധമുണ്ട്. കഥകൾ അതെന്നും അതിൻ്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കും. 2 കൗണ്ടർ അടിക്കലല്ല ധ്യാൻ. അയാൾ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. മുകളിൽ ആകാശം, താഴെ ഭൂമി. പക്ഷെ അത് വെരി റെയർ ആണ് അങ്ങനത്തെ ജന്മങ്ങൾ. ആക്ച്വലി ജന്മങ്ങളോ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ്, എല്ലാം ഒന്നും ഇല്ലായ്മയെന്നാണല്ലോ സിനിമയിലേക്ക് തന്നെ വരുന്നത്. 19 വയസ്സ് തൊട്ട് അച്ഛനുമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അച്ഛനുമായിട്ട്. ഭയങ്കര ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, പട്ടിണി, പരിവട്ടം, അവിടുന്ന് ഏട്ടൻ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഭയങ്കര സിനിമാറ്റിക് ആണ് ലൈഫ് തന്നെ. ഞാൻ സിനിമയൊന്നും അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, മനുഷ്യന്മാര്, എന്നെ സ്നേഹിച്ച ആൾക്കാരെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സിനിമയോടൊരു സ്നേഹം തോന്നിയാൽ സിനിമ നമുക്കെന്നാൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമ ഒന്നും തിരിച്ചു തരാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മേലെ ആകാശവും താഴെ ഭൂമിയും തന്നെയാണ് അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ എന്തെന്ന് വെച്ചാൽ എന്തും ചെയ്യാം. മറ്റുള്ളവൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിച്ച് നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നു അവിടെ നമ്മൾ തീർന്നു, അവിടെ അവസാനിച്ചു നമ്മുടെ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളാണ്.